ഹലോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിനൊക്കെ എണ്ണയിൽ ഫ്രൈ ചെയ്യാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഇത് കണ്ണൂർക്കാരുടെ കണ്ണപ്പാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണി അരിയാണ് കേട്ടോ, നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കണ അരിയാണ് വേണ്ടത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കഴുകിയിട്ട് 4 മണിക്കൂറോളം കുതിരാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ കുതിർത്തെടുത്ത അരി ഞാനിവിടെ വെള്ളമൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ 2 കപ്പ് അരിയാണ് എടുക്കണേച്ചെങ്കിലും ഒരു കോഴിമുട്ട തന്നെ ചേർത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 കപ്പ് നിറച്ചെടുത്തിട്ടില്ല കേട്ടോ, തേങ്ങ ചിരവിയത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താം. പിന്നെ 1/2 കപ്പോളം വെള്ളം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കേണ്ട. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും കൂടരുത്. അങ്ങനെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ആ മിക്സിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം പാടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അതുപോലെ നല്ല കട്ടിയിലും ആവരുത്, നല്ല ലൂസും ആവരുത്. ഇനി ഇത് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കുന്ന സമയം അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിയിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്നും പാടെ ഇളക്കിയെടുത്തിട്ട് ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സവാള നല്ലവണ്ണം ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ്. അപ്പോൾ അതാ കുറച്ച് 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പാടെ ചതച്ചെടുത്തതാണ് കേട്ടോ. അതൊരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്തി കൊടുത്തതിന് ശേഷം നല്ലവണ്ണം തന്നെ ഇളക്കിയിട്ട് കൊടുക്കണേ. അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്ന വരേക്ക് തന്നെ ഇളക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പാടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സവാളയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്താം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ബീഫ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ബീഫ് മസാലയാണ് ചേർത്തിയിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ബീഫിൽ നമ്മൾ മസാലയൊക്കെ ചേർത്തി വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ കുറച്ച് മസാലപ്പൊടികളും മതി. ഇനി ബീഫ് മസാല അല്ലെങ്കിൽ ഗരം മസാല ഒരു 1/4 ടീസ്പൂണും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്തി കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം തന്നെ മസാലേൻ്റെ സ്മെല്ലൊക്കെ മാറുന്ന വരേക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പോളം ബീഫ് മഞ്ഞളും ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഒന്ന് വഴറ്റിയെടുത്തതാട്ടോ. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പിച്ചിയെടുത്തത്. മിക്സിയിലിട്ടിട്ട് കറക്കരുത്, അപ്പോൾ ഒരുപാട് പൊടിഞ്ഞു പോകും. അങ്ങനെ ബീഫ് ചേർത്തതിന് ശേഷം നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബീഫിന് പകരം നമുക്ക് ചിക്കനും ഇതുപോലെ തന്നെ ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തും പാടെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇഡ്ഡലിൻ്റെ തട്ടിൽ നല്ലവണ്ണം ഒന്ന് ഓയിലൊന്ന് തടവി കൊടുക്കാം. അപ്പോൾ ഇഡ്ഡലി തട്ടില്ല വെച്ചെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മാവ് ഒഴിച്ചിട്ട് പിന്നെ ഈ ഫില്ലിങ് വെച്ചിട്ട് പിന്നീട് മാവ് ഒഴിച്ചിട്ട് അങ്ങനെ ലെയർ ആയിട്ടിട്ട് അങ്ങനെയും ചുട്ടെടുക്കാം കേട്ടോ, ആവി കയറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അതിൻ്റെ മുമ്പ് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഫില്ലിങ്ങും പാട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ ഞാൻ എല്ലാതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, അതിൽ പ്രസ് ചെയ്ത് കൊടുക്കൊന്നും ചെയ്യണ്ട. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, 1 ടീസ്പൂണൊക്കെ ചേർത്തി കൊടുത്താൽ മതി. അങ്ങനെ എല്ലാത്തിലും ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ 2ാമത്തെ തട്ടും വെച്ചിട്ട് അതിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറ്റിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ നമ്മളൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റോ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ ഞാനൊരു 10 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നടുവശം ഒന്ന് കുത്തി നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മാത്രം ഇത് ഈ തട്ടിൽ നിന്ന് എടുക്കാവേ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ തട്ടിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. നമ്മളിതിൻ്റെ ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതാണല്ലോ. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ സോഫ്റ്റിലേറെയാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും കണ്ണപ്പം തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ബീഫോ ചിക്കനൊക്കെ കിട്ടുന്ന സമയത്തൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉൾവശമൊക്കെ ഇതുപോലെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.